ഇന്ന് ശിശുദിനമാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ നേരുകയാണ്. ഈ സ്പെഷ്യൽ ഡേയിൽ ഇന്ന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് 2 സ്പെഷ്യൽ ആൾക്കാർ വരാൻ പോവുകയാണ്. അപ്പോൾ ശിശുദിനത്തിൽ വാർത്തകൾ വായിക്കാൻ വേണ്ടി 2 കൊച്ചു കൂട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവരെ ആദ്യം വെൽക്കം ചെയ്യാം. 4ാം ക്ലാസ്സുകാരി ജിയന്ന മേരി മെൽബിയും +1 വിദ്യാർത്ഥി ഹരി ഗോവിന്ദനുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഹായ്, വരൂ രണ്ടുപേരും. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹായ്, ജിയന്ന ആൻഡ് ഹരി അല്ലേ? അപ്പോൾ രണ്ടുപേരും എവിടെ നിന്നാണ് വരുന്നത് ആദ്യം പറയും. മോൾ ആദ്യം പറയൂ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ രാമപുരം SLP സ്കൂളിലാണ് പഠിക്കുന്നത്. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇന്ന് പോയില്ല. ഇന്ന് വാർത്ത വായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ നമ്മള്? ഓക്കെ, അപ്പം ഹരി പറയും. ഞാൻ കോട്ടയം കാരാപ്പുഴ NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത്. +1 ആണ്? +2 ആണ്. ഏതാണ്? സയൻസ് ആണോ? സയൻസ് ബാച്ച് ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് അവധി എടുത്ത് അതെ ഇതിനു വേണ്ടി വന്നിരിക്കുക. കുറെ കാലമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുവായിരുന്നു. ഒന്ന് വാർത്ത വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം അല്ലേ? അപ്പൊ ജീനയ്ക്ക് എന്താണ് ഒരു മനസ്സിൽ എന്താണ് ഒരു ആഗ്രഹം ഉള്ളത്? വലുതാകുമ്പോ ഇതുപോലെ വാർത്തയിൽ ഇങ്ങനെ പറയണമെന്നാണ് എന്റെ ആഗ്രഹം. ഒരു ജേർണലിസ്റ്റ് ആവണം അല്ലെ, ഒരു ന്യൂസ് റീഡർ ആവണം, വാർത്താ വായനക്കാരനാവണം എന്നാണ് ആഗ്രഹം അല്ലെ? ഹരിക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ അംബിഷൻ? തീർച്ചയായിട്ടും 24 വന്ന ശേഷമാണ് ഞാൻ ഇങ്ങനെ ഈ വാർത്ത മീഡിയ ഒക്കെ ശ്രദ്ധിക്കാനായിട്ട് തന്നെ തുടങ്ങിയത്. കഴിഞ്ഞ ഡിസംബർ 8 ഞാൻ 24 ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ലൈവിൽ SKനുമായിട്ട് ജോയിൻ ചെയ്തത്. അന്നാണ് ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം മുന്നോട്ട് വെച്ചതും ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. SKൻ അപ്പൊ തന്നെ പറഞ്ഞിരുന്നു നമുക്ക് ദിവസം നോക്കാം എന്നല്ലേ? അപ്പൊ അത് അന്ന് SKൻ കൊടുത്ത വാക്കാണ്, കുട്ടികളെ കൊണ്ട് നമ്മൾ വാർത്ത വായിക്കും എന്ന്, വാർത്ത വായിപ്പിക്കും എന്നുള്ളത്. അപ്പം ആ ദിനമാണ് ഇന്ന്. നമുക്കിന്ന് വാർത്ത വായിച്ചു തുടങ്ങിയാലോ? പ്രേക്ഷകരിൽ ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കായിരിക്കും എങ്ങനെയാണ് നിങ്ങൾ വാർത്ത അവതരിപ്പിക്കാൻ പോകുന്നുള്ളത് അല്ലേ? ആദ്യം ആരെ വായിക്കുന്നേ? നമുക്ക് GNനോട് വായിപ്പിക്കാം അല്ലേ? അപ്പൊ ആദ്യ വാർത്ത GN വായിക്കും അല്ലേ? ഓക്കെ. ഈ ശിശുദിനത്തിൽ ലോകത്തിലെ എല്ലാ കുട്ടികൾക്കുമായി 24 ഒരുക്കിയ ഈ ഗാനത്തിലേക്കാണ് നീ. യെസ്, അപ്പോൾ മനോഹരമായ ഒരു പാട്ടാണ് അല്ലേ നമ്മളിപ്പോൾ കേട്ടത്. അത് ഫ്ലവേഴ്സിൻ്റെയും 24ൻ്റെയും DOP ബിജു കെ കൃഷ്ണനാണ് 24ന് വേണ്ടി ഈ ഗാനം തയ്യാറാക്കിയിരിക്കുന്നത്. ആ ഗാനമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടതും കേട്ടതും. അപ്പോൾ എന്ത് തോന്നുന്നു ജിയന്ന വാർത്ത വായിച്ചപ്പോൾ? ഓക്കെയാണ്? കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹരിക്ക് വായിക്കാനുണ്ടല്ലേ? അപ്പോൾ അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് നമുക്കറിയാലോ ഇന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പൊക്കെയാണ്. നിങ്ങൾ പത്രങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ പുതിയ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഇങ്ങനെ BJPക്ക് ഇത്രയും വലിയൊരു വിജയം ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളത് അതിങ്ങനെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജ്യമെങ്ങും. അപ്പോൾ അത്തരം ചർച്ചകളും പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് പല പ്രതിനിധികളും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ വാർത്തകൾ വന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീനാഥ് ഇട്ടിരിക്കുന്നു. മൊക്കാമയിൽ ആനന്ദ് സിംഗ് വിജയിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. രാഘോപൂരിൽ തേജസ്വി യാദവിന്റെ തിരിച്ചുവരവ് കാണുന്നു. 8000 വോട്ടിന് ഇപ്പോൾ മുന്നിലാണ്, 8523 വോട്ടിന് മുന്നിലാണ് തേജസ്വി യാദവ് നിലവിൽ എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ശ്രീനാഥ് അവിടെ നിന്നും അപ്ഡേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വാർത്തകൾ, പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കപ്പോൾ വാർത്തകളിലേക്ക്, വിശേഷങ്ങളിലേക്കൊക്കെ വരാം.
ഒരു ചെറിയ ഇടവേളയുണ്ട്. അതിനു മുമ്പ് നമുക്ക് ബീഹാറിലേക്ക് ഒന്നുകൂടി പോകണം എന്നാണ് PCR എന്ന് പറയുന്നത്. നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടാണെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിനുള്ള എല്ലാ ആവേശവും ഇങ്ങനെ ഓരോ ഇടങ്ങളിലായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. 6 പതിറ്റാണ്ടായി ചുവന്ന കോട്ടയായി തുടരുന്ന പഞ്ചായത്താണ് വയനാട് ജില്ലയിലെ തിരുനെല്ലി. 17 സീറ്റുകളിൽ 17 നേടിയാണ് ഇവിടെ LDF ഭരണം നടത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം മുന്നിൽ കണ്ടാണ് ഇടതുകോട്ട പൊളിക്കാനുള്ള UDFന്റെ ശ്രമം. പഞ്ചായത്ത് രൂപീകൃതമായ കാലം മുതൽ ഇടതുമുന്നണിക്കൊപ്പം നിന്ന ചരിത്രമാണ് തിരുനെല്ലിയുടേത്. ആ വിജയവഴിയിൽ ഒടുവിൽ 17 വാർഡുകളെ വിജയിപ്പിച്ചെടുത്തതായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്. പ്രതിപക്ഷമില്ലാത്ത വയനാട് ജില്ലയിലെ ഏക പഞ്ചായത്താണ് തിരുനെല്ലി. പനവലിയിൽ നിന്നും ജനപ്രതിനിധിയായ PV ബാലകൃഷ്ണൻ നയിക്കുന്നതായിരുന്നു ഭരണസമിതി. മന്ത്രി OR കേളു ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഇടതു തുടർച്ച ആവർത്തിക്കുമെന്നാണ് നേതാക്കളുടെ ആത്മവിശ്വാസം. 2020 തെരഞ്ഞെടുപ്പിൽ 17 നിലവിലുള്ള 17 സീറ്റിൽ 17 2 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും 1 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും പൂർണ്ണമായി ജയിച്ച ഒരു പഞ്ചായത്താണ്. ഈ വർഷവും അതുപോലെ തന്നെ വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലൊക്കെ ട്രെൻഡ് മാറി വരുന്നുണ്ട്. ആ ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. 2010 ഭരണസമിതിയിൽ UDFന് 5 ജനപ്രതിനിധികൾ തിരുനെല്ലിയിലുണ്ടായിരുന്നു. 2016 ഇത് 1 മാത്രമായി ചുരുങ്ങി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരാൾ പോലും ഇല്ലാത്ത വിധമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ലീഡ് നിലയിൽ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട് UDF. തിരുനെല്ലി തിരുത്തും, മാറ്റം വരുമെന്നാണ് UDFന്റെ മുദ്രാവാക്യം. സമീപകാലത്ത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷയാണ്, മുന്നണിക്ക് വലിയ പ്രതീക്ഷയാണ്. അഭിമാനികളായ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ ഉൾപ്പെടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ ഒരു പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ ഉയരും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു മുദ്രാവാക്യം പങ്കുവെക്കുന്നു. തിരുനെല്ലി തിരുത്തും, മാറ്റം വരുമെന്ന മുദ്രാവാക്യം ഞങ്ങൾ ഉയർത്തുകയാണ്. ജില്ലയിൽ ഏറ്റവും അധികം ആദിവാസി വിഭാഗക്കാരുള്ള പഞ്ചായത്താണ് തിരുനെല്ലി. ശക്തമായ മത്സരം നടത്താൻ BJPയും പ്രചാരണ രംഗത്ത് സജീവമായിട്ടുണ്ട്. 17 എന്ന മാറ്റം നിലനിർത്താൻ LDFനാകുമോ? ഇടതുകോട്ട പൊളിക്കാൻ UDFന് കഴിയുമോ? നില മെച്ചപ്പെടുത്തുമോ BJP? തിരുനെല്ലിയിൽ നിന്ന് മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. അപ്പോൾ അതാണ് വിശേഷങ്ങൾ. നമുക്ക് തിരിച്ച് വീണ്ടും നമുക്ക് കുട്ടികളെ കൊണ്ട് വാർത്ത വായിപ്പിക്കണം എന്ന് നമ്മുടെ പ്രേക്ഷകർ പലരും നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കമന്റുകളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ജിയന, ഇന്നിപ്പോൾ സ്കൂളിൽ പറഞ്ഞിരുന്നോ ഇങ്ങനെ വാർത്ത വായിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിരുന്നോ? ആരോടെ പറഞ്ഞേ? കുട്ടികളോട് പറഞ്ഞിരുന്നോ? ടീച്ചറോട് പറഞ്ഞിരുന്നോ? അപ്പോൾ അവരെന്ത് പറഞ്ഞു? നന്നായിട്ട് വായിക്കണം എന്ന് പറഞ്ഞു. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ ആ ക്ലാസ്സിലെ? പ്രിയങ്ക എന്ത് പറഞ്ഞു? അപ്പോൾ പ്രിയങ്കയോട് പറഞ്ഞോ? സ്പെഷ്യലായിട്ട് പറഞ്ഞോ? അപ്പോൾ എന്താ പറഞ്ഞത് പ്രിയങ്ക? അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു കൊടുത്തല്ലോ നന്നായിട്ട് വായിച്ചിട്ട്. അടുത്ത വാർത്ത വായിക്കോ? റെഡിയല്ലേ? അപ്പോൾ ഓക്കെ, വായിച്ചോ. പാലക്കാട് കൽപ്പാത്തി തെരുവുകളിൽ ഇനി രഥോത്സവ നാളുകൾ. രഥങ്ങൾ പ്രയാണം തുടങ്ങി. ഉപനിഷത്ത് പാരായണം ആരംഭിച്ചതോടെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ തിരുക്കല്യാണ ഉത്സവത്തിന് ഒരുക്കമായി. നാമജപങ്ങളുടെയും മംഗളവാദ്യത്തിന്റെയും അകമ്പടിയിൽ രഥാരോഹണം നടന്നതോടെ 3 ദിവസം കൽപ്പാത്തി തെരുവുകളിൽ ഉത്സവാഘോഷം. ആർപ്പുവിളികളോടെ ഭക്തർ തേരുവലിച്ചു. രണ്ടാം തേരുനാളായ 15-ന് പുതിയ കൽപ്പാത്തി മന്തക്കര മഹാഗണപതിയുടെ രഥം പ്രയാണം തുടങ്ങും. രാവിലെ 10:50-നും 11:45-നും ഇടയിലാണ് ഇവിടെ രഥാരോഹണം. ഗജവീരൻ പുതുപ്പള്ളി അർജുനൻ രഥം തള്ളാൻ കൂട്ടിനുണ്ടാകും. യന്ത്രക്കൈകളും ഉണ്ടാകും. മൊത്തം 7 രഥമാണ്. ഇതൊക്കെ കൂടി ഒന്നിട്ട് സംഭവിക്കും. 16-ാം തീയതി ഈവനിങ് ആണ് ഈ ഭഗവാനെ കയറ്റിയ രഥത്തിൽ എഴുന്നള്ളിക്കും. എഴുന്നള്ളിച്ച് ഇവിടുന്ന് ഒരു 100 മീറ്റർ അവിടെ കൊണ്ട് നിർത്തും. പിന്നെ ഇന്നത്തെ ചടങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ബാക്കി എഴുന്നള്ളത്ത് മുഴുവനും. ഇതിങ്ങനെ എല്ലാ ഗ്രാമവും പോകും. പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെയും ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലെയും രഥാരോഹണവും രഥപ്രയാണവും ഞായറാഴ്ച രാവിലെയാണ്. ഞായറാഴ്ച വൈകിട്ട് 4-ന് എല്ലാ ദേവരഥങ്ങളും ഗ്രാമവീഥികളിലുണ്ടാകും. സന്ധ്യയോടെ തേരുമുട്ടിയിൽ ദേവരഥ സംഗമം നടക്കും. ദേവീദേവന്മാർ കുടുംബസമേതം ഭക്തർക്കിടയിലേക്ക് എത്തുമ്പോൾ കൽപ്പാത്തിപ്പുഴയുടെ തീരങ്ങളിൽ ഉത്സവാഘോഷ നാളുകളാണിനി. 24 പാലക്കാട്. കൽപ്പാത്തി പോയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ അത് മുമ്പ്?
രഥോത്സവം കണ്ടിട്ടുണ്ടോ? ഹരി പോയിട്ടുണ്ടോ അവിടെ? ഞാൻ പോയിട്ടില്ല, പക്ഷെ കഴിഞ്ഞ 24 കണ്ട് അറിയാം. നമ്മുടെ ലൈവ് ഒക്കെ കണ്ടിട്ടുണ്ടോ അല്ലേ? റിഞ്ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഞാൻ പോയി. അവിടെ പോയിരുന്നു. അപ്പൊ ഹരി ഒരു തവണ പോകും അങ്ങോട്ട് അതെ, പോണം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം. ശബരിമല വിശേഷങ്ങൾ. അപ്പോൾ ഹരിയാണ് ഇനി വാർത്ത വായിക്കുന്നത് അല്ലേ? നോക്കാം. ഓക്കെ. ശബരിമല മണ്ഡലകാല മകരവിളക്ക് മഹോത്സവം ആരംഭിക്കാൻ ഇനി 2 ദിവസം മാത്രമാണുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരുക്കങ്ങൾക്ക് വേഗം വളരെ കുറവാണ്. നിലയ്ക്കലിലും പമ്പയിലും മരാമത്ത് ജോലികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ശുചിമുറികളും ഇത്തവണ ഒരുങ്ങിയിട്ടില്ല. ശബരിമല നട തുറക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. പക്ഷേ ഇപ്പോഴും ഒരുക്കങ്ങൾ പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. 2018 പ്രളയത്തിൽ തകർന്ന രാമമൂർത്തി മണ്ഡപത്തിന്റെ സ്ഥാനത്ത് തീർത്ഥാടകർക്ക് വിരിവെക്കാനുള്ള ജർമ്മൻ പന്തലിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 16-ാം തീയതി മുതൽ തന്നെ ഇത് ഭക്തർക്കായി തുറന്നു നൽകാനാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. പമ്പയിൽ വിവിധയിടങ്ങളിൽ മരാമത്ത് ജോലികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണി രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് നേരത്തെ പൂർത്തീകരിച്ചിരുന്നു. മിനുക്കുപണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. പമ്പയിൽ പണം കൊടുത്ത് ഉപയോഗിക്കാവുന്ന ശൗചാലയങ്ങൾ ഇതിനോടകം തയ്യാറാണ്. ദേവസ്വം ബോർഡ് ക്രമീകരിക്കുന്ന ബയോ ടോയ്ലറ്റുകൾ പമ്പയിൽ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ വിവിധ സംസ്ഥാനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നിലയ്ക്കലിൽ ഇതിനോടകം ക്രമീകരിച്ചു കഴിഞ്ഞു. സൂചനാ ബോർഡുകൾ കാട് കയറിയ അവസ്ഥയിലാണ്. ഹൈക്കോടതി അംഗീകരിച്ച 17 തീർത്ഥാടന റോഡുകളിൽ ഭൂരിഭാഗത്തിലും ഇതുവരെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിട്ടില്ല. ചെങ്ങന്നൂർ, തിരുവല്ല എന്നിവിടങ്ങളിൽ ഇറങ്ങുന്ന തീർത്ഥാടകർ ആശ്രയിക്കുന്ന പത്തനംതിട്ട വഴിയുള്ള TK റോഡിന്റെ പണി തീരാൻ ഇനിയും ദിവസങ്ങളെടുക്കും. പമ്പയിലേക്കുള്ള പ്രധാന പാതയായ മണ്ണാറക്കുളഞ്ഞി ചാലക്കയം റോഡിന്റെ വശങ്ങളിലെ കാട് ഇതുവരെ വെട്ടിത്തെളിച്ചിട്ടില്ല. സൂചനാ ബോർഡുകൾ മിക്കതും കാട് കയറി നശിച്ച അവസ്ഥയിലാണ്. സ്വർണ്ണക്കൊള്ള വിവാദവും ഉദ്യോഗസ്ഥ ജനപ്രതിനിധികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരക്കിലേക്ക് കടന്നതുമാണ് മെല്ലപ്പോക്കിന് ആക്കം കൂട്ടിയത്. അതേസമയം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക വിശദീകരണം. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരണം. പക്ഷേ പമ്പയിലെത്തി നോക്കിയാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അയ്യപ്പന്മാരുടെ മലകയറ്റം കഠിനമാകും. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. അപ്പോൾ ഹരി എങ്ങനെയുണ്ട്? വാർത്ത വായിച്ചപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പർ. ടെൻഷൻ ഉണ്ടോ ഇവിടെ? ടെൻഷൻ ഇപ്പൊ എവിടെ വന്നപ്പോ കൂളായി. പ്രേംചേട്ടന്റെ സപ്പോർട്ടും എല്ലാം കൂടെ ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നേരത്തെ അവിടുന്ന് വിട്ടു അല്ലേ? നേരത്തെ ഇതിനായിട്ട് നമ്മൾ ഇറങ്ങി വന്നിരിക്കുകയാണ്. 12:30 ആകുമ്പോൾ വരണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ എന്തായിരുന്നു? നമുക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെ തോന്നിയിരുന്നു? ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം, ഇതിന്റെ ഒരു രീതി ഇങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഐഡിയ. ഏറ്റവും നമുക്ക് വ്യത്യാസം തോന്നിയത് ഈ സ്റ്റുഡിയോയാണ്. ഈ സ്റ്റുഡിയോ ഫ്ലോർ തന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസം തോന്നുന്നത്. പക്ഷെ പ്രേക്ഷകർ കാണുന്നതല്ല നിൽക്കുന്നത് അല്ലേ? നിങ്ങൾ കാണുന്ന വേറൊന്നാണ്. ഇവിടെ എത്തിയപ്പോഴാണ് അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ പാഠ്യേതര വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് ഹരിക്ക്? എന്താണ് ഒരു ഇൻട്രസ്റ്റ് ഉള്ളത്? ഹോബീസ്? പാഠ്യേതര വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ നന്നായി പ്രസംഗിക്കാൻ പറ്റുന്നുണ്ട്. കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത് വിജയമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആങ്കറിംഗ് പ്രോഗ്രാമുകൾക്കൊക്കെ ഇപ്പം പോകാറുണ്ട്. അങ്ങനെ ആ രീതിയിൽ നന്നായിട്ട് തന്നെ പോകുന്നു. ഇനി സ്പോർട്സിലേക്ക് വന്നു കഴിഞ്ഞാലും ഓട്ടത്തിലും ചാട്ടത്തിലും ഹൈ ജമ്പിലും ഒക്കെ പങ്കെടുക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗെയിം എന്താണ്? ക്രിക്കറ്റ് ആണോ, ഫുട്ബോൾ ആണോ? ഫുട്ബോളാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഫുട്ബോളിന്റെ വാർത്ത വായിച്ചല്ലോ. അതെ, ഫുട്ബോളിലേക്ക് തന്നെ പോകും. ഓക്കെ, അപ്പോൾ ആ വാർത്ത വായിക്കാം. വാർത്തയിലേക്ക് പോയാൽ, നവംബർ വിൻഡോയിലെ ഏക മത്സരത്തിനായി അർജന്റീന ഇന്ന് കളത്തിൽ. രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അങ്കോളയാണ് എതിരാളികൾ. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ജർമ്മനി, നെതർലൻഡ്സ്, ക്രൊയേഷ്യ ടീമുകളും കളത്തിലെത്തും. കാണാം മെസ്സിപ്പടയുടെ കളി. കേരളത്തിലേതല്ല, അങ്കോളയിൽ നടക്കുന്ന മത്സരം ഓൺലൈൻ സ്ട്രീമിങ്ങിലൂടെ. അർജന്റീന നവംബറിൽ കേരളത്തിലെത്തുമെന്ന കായികമന്ത്രി V അബ്ദുറഹ്മാന്റെയും സ്പോൺസറുടെയും വാഗ്ദാനങ്ങൾ വിശ്വസിച്ചവർക്കെല്ലാം ഇനി ഇതല്ലാതെ വേറെ വഴിയില്ല. രാജ്യത്തിന്റെ 50ാം സ്വാതന്ത്ര്യദിനാഘോഷം കളറാക്കാനാണ് 115 കോടി രൂപ കൊടുത്ത അങ്കോള അർജന്റീനയെ ലുവാണ്ടയിൽ എത്തിക്കുന്നത്. നല്ല സ്റ്റേഡിയം ഒരുക്കി ഫിഫയിൽ നിന്ന് കൃത്യമായി അനുമതിയും വാങ്ങിയാണ് അങ്കോള മത്സരം നടത്തുന്നത്. ലോക ചാമ്പ്യന്മാരായ അർജന്റീന എത്തുന്നതോടെ അങ്കോള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായി മത്സരം മാറുന്നു. കേരളത്തിലെ കളി ഉപേക്ഷിച്ചതോടെ അർജന്റീനയ്ക്ക് ഈ വർഷത്തെ അവസാന മത്സരം കൂടിയാണിത്. ജയത്തോടെ ലോകകപ്പ് വർഷത്തിനായി കാത്തിരിക്കുകയാണ് ലിയോണൽ സ്കലോണിയുടെ സംഘത്തിന്റെ ലക്ഷ്യം. ലൗട്ടോറോ മാർട്ടിനസ്, റോഡ്രിഗോ ഡിപോൾ, ലോ സെൽസോ, അലക്സിസ് മാക്കലിസ്റ്റർ,
ക്രിസ്ത്യൻ റൊമേറോ, നിക്കോളസ് ഒട്ടാമെന്റി തുടങ്ങിയ പ്രമുഖരെല്ലാം മെസ്സിക്കൊപ്പം അണിനിരക്കും. യൂറോപ്യൻ മേഖലയിലെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ലക്സംബർഗിനെ നേരിടും. ശേഷിക്കുന്ന 2 മത്സരങ്ങളിലും ജർമ്മനിക്ക് ജയം വേണം അമേരിക്കൻ ലോകകപ്പിന് ടിക്കറ്റ് എടുക്കാൻ. നെതർലൻഡ്സിനും ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയ്ക്കും ഇന്ന് ജയിച്ചാൽ യോഗ്യത നേടാം. നെതർലൻഡ്സ് റോബർട്ട് ലെവൻഡോസ്കിയുടെ പോളണ്ടിനെ നേരിടുമ്പോൾ ക്രൊയേഷ്യയുടെ എതിരാളികൾ ഫറോ ഐലൻഡാണ്. രാത്രി 1:15 എല്ലാ മത്സരങ്ങളും. സ്പോർട്സ് ഡെസ്ക് 24. അപ്പോൾ ഹരി ഇപ്പോൾ 2 വ്യത്യസ്ത വാർത്തകൾ വായിച്ചു. എന്താണ് ഒരു ഫീൽ വളരെ വൈബാണ്. വൈബാണ്. അപ്പൊ നിങ്ങളെ കുറിച്ച് ഒരുപാട് പേര് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരൊക്കെ കമന്റ് ബോക്സിൽ ഇങ്ങനെ ഓരോന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഹരി വായിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്, മിനി ബാബു ചോദിക്കുന്നുണ്ട്, രജന ചോദിക്കുന്നുണ്ട്. പറഞ്ഞ വാക്ക് പാലിച്ചു SKN എന്ന് പറയുന്നു രഞ്ജികുമാർ പറയുന്നു. പിന്നെ ഇതാ NSG എന്ന് പറയുന്നൊരു ആള് പറയുന്നു. ഹരിഗോവിന്ദ് കൂടെയുള്ള മോളുടെ പേരെന്താ? 2 പേർക്കും ഓൾ ദ ബെസ്റ്റ് പറയുന്നു. മോളുടെ പേര് ജിയനയാണ്. ഫുൾ നെയിം എന്ന് പറഞ്ഞു കൊടുത്തേ. ഉറക്കെ. വെരി ഗുഡ്. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ നന്നായിട്ട് വായിച്ചു എന്ന് പറയുന്നുണ്ട്. ഹരിയുടെ ആഗ്രഹമൊക്കെ സാധിച്ചല്ലോ. 2 പേർക്കും അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു, ആശീർവാദങ്ങൾ നേരുന്നു എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ കമന്റ് ബോക്സിൽ വന്ന് കമന്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സന്തോഷമായില്ലേ 2 പേർക്കും? പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. പ്രേക്ഷകർ എന്താ പറയാനുള്ളത്? എന്തെല്ലാം പറയാനുണ്ടോ? നന്ദി ഉണ്ടെന്ന്. വെരി ഗുഡ്. അപ്പോൾ എന്തായാലും ഇനിയും വാർത്തകളൊക്കെ കാണാം. ജിനെ കാണാറുണ്ടോ? 24 ഒക്കെ എന്നും കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്താ? വാർത്തയാണ് കാണുന്നത്. ആര് വാർത്ത വായിക്കുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത്? ആഷ്മിയാണോ? ആഷ്മിയാണോ ഇഷ്ടം? ആഷ്മിയെ കണ്ടോ? എന്ത് പറഞ്ഞു? വായിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഗുഡ്. അപ്പം ഹരി എങ്ങനെയാണ്, ഏതാണ് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ 24 കാണുന്നത്? ഏറ്റവും കൂടുതൽ കാണുന്നത് മോർണിംഗ് ഷോ ആണ്. രാവിലെ ഇത് ഓണാക്കി വെക്കും, സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങള്, കുളിക്കും, എല്ലാം ഇത് ഓണാക്കി വെച്ചോണ്ടുള്ള പരിപാടി കേൾക്കും. അപ്പൊ കാണും ഒക്കെ ചെയ്തിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വന്ന് നമ്മുടെ ചിൽഡ്രൻസ് ഡേയിൽ തന്നെ വന്നു, വാർത്തകളൊക്കെ വായിച്ചു, പ്രേക്ഷകരോട് നമുക്ക് ഇന്ററാക്ട് ചെയ്തു. അപ്പോൾ അതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും നന്നായിട്ട് പോട്ടെ, മുന്നോട്ട് കാര്യങ്ങൾ നന്നായി പഠിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അംബിഷൻസ് ഒക്കെ സാധിക്കട്ടെ. ഓക്കെ. അപ്പോൾ ജീന പറഞ്ഞതുപോലെ അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, വലുതാവുമ്പോൾ ജേർണലിസ്റ്റ് ആവണം, അല്ലെങ്കിൽ വാർത്ത അവതാരകയാവണം. അപ്പോൾ അതൊക്കെ സാധിക്കട്ടെ. നന്നായിട്ട് പഠിക്കണം. അപ്പോൾ മാത്രമല്ല, ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ ഇവിടെ പോയി അടിപൊളിയായിരുന്നു, വൈബായിരുന്നൊക്കെ പറയില്ലേ? ആയിരുന്നോ? ഓക്കെ. അപ്പോൾ 2 കൂട്ടർക്കും ഒരുപാട് ഭാവങ്ങൾ നേരുന്നു. ഇനി ഭാവിയിൽ അവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതായിത്തീരാൻ അവർക്ക് സാധിക്കട്ടെ. ഒരു കാര്യം, എൻ്റെ കാരാപ്പുഴ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ മുമ്പത്തെ പ്രിൻസിപ്പൽ, അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിലെ എല്ലാ പ്രിൻസിപ്പൽസിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ ഫ്രണ്ട്സിനും ഏറ്റവും അധികം നന്ദി. ഏറ്റവും കൂടുതൽ അവരാണ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ SKN സാറിനും ഉഷ മാമിനും 24ന്റെ മൊത്തം ടീം അംഗങ്ങൾക്കും എൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ജീനോട് പറഞ്ഞോ, സ്കൂളിലെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അവരൊക്കെ? സ്കൂളിലെ ഹെഡ് മിസ്ട്രസിനും എൻ്റെ മറ്റു ടീച്ചർമാർക്കും എല്ലാം വളരെ നന്ദിയുണ്ട്. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് ഒത്തിരി നന്ദി. 24ലെ എല്ലാ ടീമുകാർക്കും നന്ദി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.